ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളെ മഞ്ഞൾ വീങ്ങുന്നൊരു വീഡിയോ കേട്ടോ. മഞ്ഞൾ ഇതുവരെ പറിച്ചിട്ടുണ്ടെങ്കില മഞ്ഞൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഇരുന്നത്. അപ്പോൾ മഞ്ഞൾ പറിച്ചിപ്പോൾ ലാസ്റ്റ് ഇപ്പോഴാണ് പറിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കണം. മുളോട്ടൽ തുടങ്ങിയിരുന്നു അപ്പോഴാണ് പറിച്ചത്. അപ്പോൾ എനിക്കിത് നമ്മൾ മഞ്ഞൾ എങ്ങനെയാണ് ഉണ്ടാക്കൽ, എങ്ങനെ ഇതുപോലെ നല്ലോണം വാട്ടി ചവിട്ടി ആദ്യം വേരൊക്കെ കളയുക, മണ്ണ് കളയുക, വേരൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കുക, നല്ലോണ്ട് വേവിച്ചെടുക്കുക. ഒന്നുകൊണ്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അതിൻ്റെ എല്ലാ ഇതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ എളുപ്പം. പൊടിക്കേ അതിൻ്റെ വലിയ പുറത്തുള്ള കീടങ്ങൾ അതും ഇതൊക്കെയാണ് പോവുകയും ചെയ്യും. ഒന്ന് മഞ്ഞൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ട്രിപ്പാണ്, 2 ട്രിപ്പും പടഞ്ഞ് ഇടാണ്ട്. ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു പനൻ്റെ ഒരു ചട്ടക്കാട്ട പിന്നെ ആവശ്യം നമുക്കൊരു പനൻ്റെ ഇങ്ങനെ ഏതേ ചട്ടക്ക മതി. ഇതിപ്പോൾ നമ്മൾ പനൻ്റെ ചട്ടകം കൊണ്ടാണ് ഇളക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കണം. ഊറ്റുക, ഇതെല്ലാം അയക്കണേ, ഊറ്റിയിട്ടേ അയക്കാണ്ട് വെച്ചു. അവിടെ അതിൻ്റെ മുകളിൽ തന്നെ അടച്ചോ. കൊട്ടക്കയിലുണ്ട്. അപ്പോൾ നല്ല മഞ്ഞളൊക്കെ എല്ലാവരും നടാൻ നോക്കിയിട്ടാണ് മുഹമ്മദ് സ്വാഗതമാട് മഞ്ഞളൊക്കെ നട്ട് ഇതുപോലെ നമ്മൾ മഞ്ഞപ്പൊടി മാങ്ങലില്ല. മഞ്ഞപ്പൊടി എവിടെയെങ്കിലൊക്കെ ആയിട്ട് നട്ടിട്ട് നല്ല ഉഷാറായിട്ട് മഞ്ഞപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇത് നമ്മളെ വയനാടൻ മഞ്ഞളാണ്. വയനാടൻ മഞ്ഞളുണ്ട്, നാടൻ മഞ്ഞളുണ്ട്, രണ്ടും കൂടിയാണ്. രണ്ടും പാടായിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്തൊക്കെ. കഴുകാണ്ട് അപ്പോൾ 2ാമത്തെ ട്രിപ്പ് റെഡി ആയിരിക്കുക. അതിൻ്റെ വിത്തൊക്കെ വലിയ കല്ലകളൊക്കെ ഒന്ന് മുറിച്ച് പൊളിച്ച് കൊടുക്കണം. അതൊക്കെ പുഴുങ്ങിയതിൻ്റെ ശേഷം ചെയ്യുന്ന. അതിൻ്റെ കളറ് പുഴുങ്ങുന്നതിന് മുന്നേ പൊളിച്ചാൽ കളറ് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഊറ്റിയിടുകയാണ്. ഫുള്ള് ഊറ്റിയിട്ടിട്ട് ഇപ്പോൾ നല്ല വെയിലുണ്ട്. 2 വെയിലാണ് കൊണ്ടാൽ മതി. 2 വെയിൽ കൊള്ളുമ്പോഴത്തിന് എന്താവും, നല്ല ഉണങ്ങിയിട്ട് ഉഷാറായിട്ട്. അടിയാ ഞാൻ എടുത്തേ കൊണ്ട് ആളുകളൊക്കെ പച്ചയിൽ തന്നെ ഉണക്കും. പച്ചയിൽ ഉണക്കാട്ട് കഴിഞ്ഞാൽ ഏത് വാർപ്പിൻ്റെ ഉള്ളിട്ടാൽ ആകെ എടുത്ത് അവിടെ കിടക്കും. എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഒന്നുകൊണ്ട് വാട്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉണങ്ങും. വാട്ടിയിട്ട വലിയ വിത്തൊക്കെ ഒന്നുകൊണ്ട് പൊളിക്കുക. എന്നാൽ പിന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് അല്ലാതെ നല്ല പേപ്പറിലൊക്കെ കെട്ടിവെച്ചാൽ പിന്നെ ഓർക്കൂത്തം കുത്തിക്കാണ്ടേ കേടും വരില്ല. മഞ്ഞൾ വീങ്ങുന്നൊരു വീഡിയോ ആണ്. മഞ്ഞളൊന്നും ഒരു ആളുകൾ പീടിയുന്നേ ഇതിൻ്റെ മഞ്ഞ നിറം കിട്ടില്ല. പീടിയത്തത് ഒരു ലൈറ്റ് കളറായിട്ട് കിട്ടുള്ളൂ. നമ്മളത് മഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ടുള്ള അതിനെ കിട്ടും. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, അവനാൻ്റെ വീട്ടിലുള്ള മഞ്ഞൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഉഷാറായിട്ട് നാടൻ മഞ്ഞൾ തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയാണ് കഴിക്കാം. മറ്റേ അരിപ്പൊടിയൊക്കെ ഉണ്ടാവും. വീടിൽ നിന്ന് കൊണ്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പച്ചരിയൊക്കെ പൊടിച്ചിട്ട് കുറച്ച് അതൊക്കെ ചേർക്കും. ഇന്ത്യവാനും പഠിച്ചോ. ഞങ്ങൾ 2ാം റൗണ്ട് വിട്ടിട്ടാ. 2ാം റൗണ്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം റൗണ്ട് പൊട്ടിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ ഇതും എടുക്കണം. ഒന്ന് പുഴിക്കണ് നല്ല ആവണമെങ്കിൽ ചൂടായാൽ പോരാ, വേവന്നെ വേണം. എന്നിട്ട് പിന്നെ ഇതിനെ പൊളിക്കണം. എന്നിട്ട് നമുക്ക് വെയിലത്ത് കണ്ടിട്ടിട്ട് വെയിലത്തൊന്നാണ് പരത്തി കൊടുത്താൽ ഉണങ്ങലായി. അങ്ങനെയാണ്. അപ്പോൾ മഞ്ഞൾ നാടനായിട്ട് വീട്ടാവശ്യത്തിന്
വ്യവസായ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് വലിയ പരിചയമില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് നല്ല എല്ലാം ഒരേ കല്ലൊന്നും അതിൽ കാണില്ല. കല്ല പൊളിച്ചതൊന്നായിട്ട് കാണില്ല, അതിൽ വിത്തേ കാണില്ലുള്ളൂ. അതിനെപ്പറ്റി പഠിക്കാൻ തന്നെ ഉണ്ട്. അപ്പം നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ കാരണവന്മാർ കാണിച്ചെന്ന ഒരു പരിപാടിയിലാണ് നമ്മളതുമായിട്ട് പോവുക. അപ്പം വീഡിയോ ഇങ്ങനെയൊക്കെ മഞ്ഞളൊക്കെ നട്ടുണ്ടാക്കാൻ നോക്കി. ഒന്നും കൂടി വേവാണ്ട് വേവായിട്ടില്ല. വേവായാൽ ഫസ്റ്റ് ട്രിപ്പ് ഒഴിച്ച് വെച്ചതാ. നല്ല എന്താ കളറല്ലേ മഞ്ഞളിൻ്റെ ഞാൻ പൊളിച്ച് കഴിഞ്ഞാൽ അതിലേറെ നടണ്ടാവും. പൊളിച്ചണം, പൊളിച്ച് പൊളിയാക്കിയിട്ടേ. അതൊക്കെ ഒന്ന് വലിയ വലിയ കല്ലകളാണ്. കല്ലകളൊക്കെ ഒന്നും പൊളിച്ചിട്ട് 4 വാറാക്കിയിട്ട് ബാറാക്കി വെക്കണം. വാറാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അത്യാവശ്യം വേവായി. നല്ല കിഴങ്ങതാ എന്താ ഉണ്ടല്ലേ. 11 മണിക്കല്ലടാ ഒരു നിക്കാഹ് പരിപാടി ഉണ്ട്. ഒരു ചെറിയൊരു ബിരിയാണി പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകും വേണം. അതുകൊണ്ടൊക്കെ ക്യാരറ്റ് അല്ലേ ഇതിട്ടാ. ക്യാരറ്റാണെന്ന് കരുതണ്ട. ക്യാരറ്റ് പുഴുങ്ങി അതേ കളറുണ്ടാവും. മഞ്ഞളാണ്, മഞ്ഞൾ പുഴുങ്ങി വെന്തത്. നമ്മൾ 2 റൗണ്ട് ആയി തുടങ്ങിയിട്ടാണ്. ഇതുപോലെ കണ്ട് നടുകൊണ്ട് തിളക്കണം. നടുങ്ങോട്ട് തിളച്ചാലേ, സെൻറ്റർ തിളച്ചാലേ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫുൾ വേവ് ആയി എന്നുള്ളതാവുള്ളൂ. ഏത് സാധനമാണെങ്കിലും വെള്ളം നടു സെൻറ്റർ തിളച്ച് പൊങ്ങണം. സെൻറ്റർ തിളച്ച് പൊങ്ങിയാലേ പൊങ്ങാനുള്ളതായാലും വേവിക്കാനുള്ളതായാലും വേവ് തയ്യുള്ളതാണ്. പൊയ്ക്ക് ഒരു ഉപ്പും കൂടി അടിക്കാണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആയത് പൊളിച്ചിട്ട് വെയിലത്തിടണം. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് പെണ്ണ്. വീഡിയോ വല്ലാതെ ഇടാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഇപ്പം ഒരുവിധ ആളുകൾക്കൊക്കെ എല്ലാവരും പൊയ്ങ്ങലുണ്ടാവും. ചിലവർ പൊയ്ങ്ങാതെ ഇടുന്നുണ്ടാവും. അപ്പോൾ മഞ്ഞൾ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. മഞ്ഞൾ അങ്ങനെയുള്ള കൃഷികളൊക്കെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഒക്കെ ഉണ്ടാക്കി നമ്മളെ നല്ല രാസവളമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ കുറച്ച് കോഴിക്കുട്ടികളാണ് കേട്ടോ. കോഴിക്കുട്ടികൾ ഒരു ഐറ്റം ഇവിടെ നല്ല പഴോമിയൻ്റെ കുട്ടികളാണ്. പഴോമിയ കോഴിക്കുട്ടികൾ അങ്ങനെ വിരിഞ്ഞിറങ്ങി ഒക്കെ തീറ്റൊക്കെ എടുക്കൽ തുടങ്ങി. ഒരു സെറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഇവിടെ ഉണ്ട്. ഒരു സെറ്റ് ഉണ്ട്, ഇറങ്ങണില്ല. എന്താ യോമിയൻ്റെ കുട്ടികളെ വിരിച്ചെടുത്തു. അപ്പം ചങ്ങായിമാർ നമ്മളെ 2-3 റൗണ്ട് ഇപ്പോൾ പൊങ്ങി കഴിഞ്ഞിട്ടാണ്. ഇതൊന്നാട് പൊളിച്ചിടണം. എന്നിട്ടൊന്ന് വെയിലത്തിടണം. അപ്പോൾ അതിങ്ങനെയായിട്ട് പൊളിക്കണം കേട്ടോ. ഇങ്ങനെയായിട്ട് പൊളിച്ചിട്ട് വലിയ കല്ലകൾ, വലിയ വിത്ത് ഇതൊക്കെ ഇങ്ങനെ പൊളിക്കുക. വാറാക്കിയിട്ടേ എന്നിട്ട് പൊളിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വേറെ ഇടണം. ആ വിത്ത് അത് വേറെ ഇടണം. രണ്ടും രണ്ടായിട്ട് ഉണക്കണം. ചിലപ്പോൾ ഇത് വേഗം ഉണങ്ങും. ഈ പൊളിച്ചത് വേഗം ഉണങ്ങും. വിത്ത് ഉണങ്ങാനെന്നാലും കുറച്ച് താമസം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും വിത്ത് കണ്ടില്ലേ, ഒക്കെ പുഴുങ്ങിയ വിത്തുകളാണ്.
ഇതിൽ കുറേ ഇങ്ങനെ തിരഞ്ഞ് കുറുക്കിയെടുത്ത് എന്ത് ചെയ്യണം, ഇതേമാതിരി പൊളിച്ചിടണം. ഇനി വാട്ടാനുള്ളത് അടുപ്പൊന്നും ഇന്നുണ്ട് വാട്ടിയെടുക്കാനുള്ളത് അതൊക്കെ ഇതാദ്യം വെയിലത്താക്കുക. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മഞ്ഞൾ, ചേമ്പ് അല്ലെങ്കിൽ ചേന കൃഷികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ആവി വന്നിട്ടേ അല്ലെങ്കിൽ വെന്തിട്ട് നല്ല ആവി ഇങ്ങനെ പറക്കുന്ന ചൂടിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ അടിച്ച് ഇനിയും അടുത്ത വീഡിയോയുമായി കാണാം. അത് സ്വാഗതമാണ്.